ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹോണ്ട ഷൈൻ 125ൻ്റെ യൂസർ റിവ്യൂവുമായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വാ. 2006 മുതൽ നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു പ്രധാന വാഹനമാണ് നമ്മുടെ ഹോണ്ട ഷൈൻ 125. ഇത് സാധാരണക്കാരുടെ ഒരു വാഹനമാകാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജും വണ്ടിയുടെ ആ ഒരു ഡിസൈനും വണ്ടി തരുന്ന ആ പെർഫോമൻസും ഒക്കെയാണ്. ഈ ഒരു വണ്ടി നമ്മളെടുത്തിട്ട് ഇപ്പം 2 മാസം കഴിഞ്ഞിരിക്കുകയാണ്. കമ്പനി 63 കിലോമീറ്റർ മൈലേജ് പറയുമെങ്കിലും നമ്മുടെ ഈ ഒരു വണ്ടിക്ക് 60 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 10.5 ലിറ്ററാണ്. പഴയ ഷൈനിൽ നിന്നും ഇപ്പോഴത്തെ ഷൈൻ 125ലേക്ക് വന്നു കഴിയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിൽ ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ വണ്ടിയുടെ ഡിസൈനും അതേ പവറും ഒക്കെയാണ് ഈ ഒരു വണ്ടിക്കും കിട്ടുന്നതെങ്കിലും ഈ വണ്ടിയുടെ എൻജിൻ പൂർണ്ണമായും മാറി ഇപ്പോൾ OBD2 എൻജിനാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ E20 പെട്രോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി നമ്മുടെ ഹോണ്ട ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്തിരിക്കുന്നു. ESP ടെക്നോളജി ഉപയോഗിച്ചുള്ള വാഹനമാണ് നമ്മുടെ ഷൈൻ 125. ഇതിൻ്റെ എൻജിൻ കീയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ളൊരു എൻജിൻ കീയാണ് ഇതിന് നമ്മുടെ ഹോണ്ട കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ അനലോഗ് മീറ്ററാണ് വരുന്നത്, 2 സെക്ഷനായിട്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ അകത്ത് സ്പീഡും കിലോമീറ്ററും, പിന്നെ ഒരെണ്ണത്തിൻ്റെ അകത്ത് ന്യൂട്രും പെട്രോളിൻ്റെയും സൈഡ് സ്റ്റാൻഡിൻ്റെയും പിന്നെ എൻജിൻ്റെയുമാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. പിന്നെ സെൻട്രൽ ഡിമ്മും ബ്രൈറ്റിൻ്റെയും ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെയും വാർണിംഗ് ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വണ്ടിയിൽ സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഗിയർ ഇടുകയാണെങ്കിൽ വണ്ടി എൻജിൻ ഓഫാകും. അങ്ങനെയുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പം അത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. അതൊക്കെ വളരെ ഉപകാരപ്രദമാണ്. ഇതിൻ്റെ സാരി കാർഡൊക്കെ കാണാൻ ഒരു ചെറിയ സ്പോർട്ടി ലുക്കൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും എല്ലാം വരുന്നത് ഒരു സ്വിച്ചിൽ തന്നെയാണ്. അതേ പാസും ഉണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഹാലജൻ ബൾബാണ് വരുന്നത്. ബാക്കിലും ഫ്രണ്ടിലും ഹാലജനാണ്. ഇൻഡിക്കേറ്ററിൻ്റെ അകത്തും ഹാലജൻ ബൾബാണ് വരുന്നത്. ഇതിൻ്റെ സീറ്റിൻ്റെ ലെങ്ത് വരുന്നത് 651 mm ഇതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് 791 mm ആണ്. വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് സ്വിച്ചിൽ തന്നെ വണ്ടി ഓഫ് ചെയ്യാനുള്ള സംവിധാനവും ഈ ഒരു വണ്ടിയിലുണ്ട്. വണ്ടി നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓഫ് ചെയ്യാൻ ഈ ഒരു സ്വിച്ച് പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ ഈസിയായി ഓഫ് ചെയ്യാൻ സാധിക്കും. ഹോണ്ടയുടെ ടാങ്കിലുള്ള ഈ ഒരു 3D ബാഡ്ജിങ്ങും വണ്ടിക്ക് കൂടുതൽ എടുപ്പ് നൽകുന്നു. പിന്നെ ഇതിന് കോംബി ബ്രേക്ക് സിസ്റ്റമാണ് ഈ ഒരു വണ്ടിയിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കും ചെറുതായിട്ട് അപ്ലൈ ആകും. ഈ വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 113 kg ആണ്. വണ്ടിയുടെ ഹൈറ്റ് 1116 mm ആണ്. വാഹനത്തിൻ്റെ വീൽ ബേസ് 1285 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 162 mm ആണ്. വാഹനത്തിൻ്റെ ലെങ്ത് 2046 mm വിത്ത് 737 mm ആണ്. ഫുൾ ഫിറ്റിങ്ങോടുകൂടി വണ്ടി നമുക്ക് കിട്ടുമ്പോൾ 113 രൂപ അടുത്താകും. നമ്മുടെ ഹൈ റേഞ്ചിലെ കയറ്റങ്ങളെല്ലാം നമ്മുടെ വണ്ടി പുലിക്കുട്ടിയെപ്പോലെ കയറിപ്പോവും. സെക്കൻഡ് ഗിയറിൽ തന്നെ ഒരുമാതിരി കയറ്റങ്ങളെല്ലാം തന്നെ കയറും. പിന്നെ 2 പേരൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും. എന്നാലും വണ്ടി നല്ല സ്മൂത്താണ്. വേറെ അനാവശ്യ സൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ഓടിക്കാനും നല്ല സുഖമാണ്. നമുക്ക് വളരെ കൂളായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഒരു സെറ്റപ്പ്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.